ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, യൂഷ്വലി നമ്മൾ ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ഹൗസ് ഓണറുടെ കൂടെയാണ്. ആൻഡ് ഇപ്പോൾ ഒരു 1 month 2 months ആയിട്ട് പുള്ളിക്കാരിക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളായിട്ടാണ്. അധികം എന്താ പറയുക, ഇങ്ങനത്തെ സെലിബ്രേഷനൊക്കെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ മാത്രമായിരിക്കില്ല, അവരുടെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഇപ്രാവശ്യം അവരുടെ സിസ്റ്ററുടെ വീട്ടിലാണ്, നിയർ സമോബർ അവിടെയും കണ്ടാണ്. സോ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിന് വർക്കിംഗ് ആണെന്ന് കാര്യം, എയർപോർട്ട് ക്രിസ്മസിൻ്റെ അന്ന് ക്ലോസ് ചെയ്തിടാൻ പറ്റില്ലല്ലോ. സോ ആളിന്ന് ഡേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 3 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വരും. അപ്പോൾ ആൾ വരുമ്പോഴേക്കും ഐ തിങ്ക് എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കുഞ്ഞിലേ തൊട്ട്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുഞ്ഞിലേ തൊട്ടേ ഞാൻ ഇപ്പോൾ എൻ്റെ വാപ്പാടെ ഉമ്മയൊക്കെ ആണ് ഫുഡ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞിലേ തൊട്ടേ അവർ ചെയ്തു വരുന്നൊരു കാര്യമാണ് നെച്ചോറ്, പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏരിയയിലൊക്കെ നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പരിപ്പ് കറി, ഇപ്പോൾ ബീഫ് കറി, അതുപോലെ പപ്പടം, സാലഡ്, അച്ചാർ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഫുഡ്. അപ്പോൾ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ റെഡിയായി, നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്, പരിപ്പ് കറി റെഡി ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ കറിയാണ് ബീഫ് കറി. സോ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്തേ നോക്ക്, ഞാൻ പപ്പടം പൊരിച്ച് ഒരു പാട്ടയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ത്യൻ ഗ്രോസറി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാം. നമ്മൾ സെൻട്രലിൽ തന്നെയുള്ള ഹിമാലയ എക്സോട്ടിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ പോയത്. കുറച്ച് മാസങ്ങളായി തുടങ്ങിയിട്ട് ഞങ്ങൾ, പക്ഷേ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം പോകുന്നത്. ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ഷോക്കിംഗ് ആയിപ്പോയി. അതായത് പണ്ടത്തെ ക്രൊയേഷ്യ അല്ല ഇപ്പോഴത്തെ ക്രൊയേഷ്യ എന്നുള്ളതാണ്. അതായത് മുരിങ്ങയില, കറിവേപ്പില, നല്ല പച്ചമാങ്ങ, നെല്ലിക്ക, കോവയ്ക്ക, അങ്ങനെ വേണ്ട അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും കണ്ടു എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് എൻ്റെ വ്ളോഗിൻ്റെ ഒരു പാർട്ടായിട്ടേ എടുത്തിട്ടുള്ളൂ. മോറോവർ അത്യാവശ്യം എന്താ പറയുക, ഗ്രോസറീസ് എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ വെജിറ്റബിൾസിൻ്റെ കാര്യം മാത്രമേ നമുക്ക് എടുത്ത് കാണിക്കേണ്ടതായിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സീസൺ ആയിരുന്ന ടൈമിൽ ചക്കയും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അവരുടെ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നുള്ള ഡീറ്റെയിലായിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള സ്റ്റാഫാണോ അതോ ഇനി ഓണറാണോ എങ്ങനെയാണെന്നറിയില്ല, പുള്ളിക്കാരിക്ക് എന്തോ വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമായില്ല എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് നമ്മുടെ ബ്ലോഗിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രം ജസ്റ്റ് ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അത്യാവശ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഗൈസ്, വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.